കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും നിന്നും ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ജാമിയ നൂരിയ അറബിയയുടെ പ്രിൻസിപ്പൽ ആലിക്കുട്ടി ഫിലോറുകളെ, മറ്റു ഉലമാക്കളെ, ഇന്ന് സനത് ഏറ്റുവാങ്ങുന്ന പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ കൂടിയ പ്രിയ സഹോദരന്മാർ, ചരിത്രപ്രസിദ്ധമായ ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ 53ാമത് വാർഷികവും 51ാം സനദ്ദാന സമ്മേളനവും അതിൻ്റെ സമാപന വേദിയിലാണല്ലോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി തുടങ്ങി വിവിധ സെഷനുകളിലൂടെ ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ മുഴുവൻ ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ആയിരക്കണക്കായ ആളുകൾ ഇടതടവില്ലാതെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ജാമിയയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ 53ാം വാർഷികം ഇപ്പോൾ സമാപനത്തിലേക്ക് അടുക്കുന്നത്. ഏറെ അഭിമാനത്തോടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. ജാമിയ നൂരിയ അറബിക് കോളേജ് എന്ന കാലഘട്ടത്തിൻ്റെ അനിവാര്യത അതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും കാർമ്മികത്വം വഹിച്ചുകൊണ്ട് സ്ഥാപിച്ച ഈ വലിയ സ്ഥാപനം മഹാനായ ബാഫക്കി തങ്ങളുടെ പ്രത്യേകമായ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഗൗരവതരമായ രീതിയിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ജാമിയ നൂരിയ അറബിക് കോളേജ് പട്ടിക്കാട് ഈ ഫൈസാബാദ് എന്ന ഈ പ്രദേശത്ത് സ്ഥാപിതമാക്കുന്നത്. അന്ന് അതിനേറെ സഹായിച്ച മഹാനായ ബാപ്പു ഹാജി അവർകൾ, കൊടുവായൂർ ബാപ്പു ഹാജി അവർകൾ, അദ്ദേഹം തൻ്റെ സ്വത്തും സമ്പാദ്യവും ഈ മഹനീയമായ വിജ്ഞാന ഗോപുരസമാനമായ വിജ്ഞാന സമുച്ചയത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു. കേരളീയ പൈതൃകം എന്നും വിജ്ഞാനത്തെയും പ്രബോധനത്തെയും ഉൾക്കൊണ്ട ചരിത്രമാണ്. ആ പൈതൃകത്തെ സഹായിക്കുവാൻ കേരളത്തിലെ ദീനീ സ്നേഹികളായ വിശ്വാസികൾ അവരെന്നും മുമ്പന്തിയിൽ നിന്നു. തലമുറകളിലൂടെയുള്ള ആ സുഹൃതമാണ് ഇന്നും കേരളക്കരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത്. ഇൽമീ സംരംഭങ്ങളെ സ്നേഹിക്കുക, അതിനോട് അരുകുപറ്റി നിൽക്കുക എന്ന പാരമ്പര്യം അത് കൈവടിയാതെ കേരളീയ മുസ്ലിം സമൂഹം ജീവിക്കുന്നു. ആ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി തുടരുന്നു എന്നുള്ള അഭിമാനം, ആ അഭിമാനം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സുഹൃതമായി കണ്ടുകൊണ്ട് അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഊർജമായി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറുക. ജാമിയയുടെ ചരിത്രം പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട അധ്യക്ഷനടക്കമുള്ളവരുടെ പ്രസംഗങ്ങളിലൂടെ അതിവിടെ സൂചിപ്പിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ഇവിടെ നമ്മൾ 51ാമത് ബിരുദ സമ്മേളനമാണ്, ബിരുദദാന സമ്മേളനമാണ്. 6200-ലേറെ യുവപണ്ഡിതന്മാർക്ക് ഇതിനോടകം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ജാമിയയുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബിരുദം സമ്മാനിക്കുവാൻ സാധിച്ചു. കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പ്രബോധന വീതിയിൽ ജാമിയയുടെ സന്തതികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ കേവലം മതപാഠശാലകളുടെ അധ്യാപകർ മാത്രമാണ് എന്ന് നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. അവരൊരു വശ്യമായൊരു സംസ്കാരത്തിൻ്റെ കാവൽക്കാരാണ്.
സമൂഹത്തിന് എന്നും അത്തരത്തിലുള്ള കാവൽക്കാരുടെ ആവശ്യമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ലോകത്തേക്ക് അള്ളാഹു നിയോഗിക്കുന്നത് തന്നെ ആ ഒരു സംസ്കാരത്തിൻ്റെ സുഹൃതം അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ പൈതൃകത്തെ കയ്യിലേൽപ്പിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഓരോരോ പ്രവാചകന്മാരിലൂടെയും പിന്നീട് എന്താണോ ആദം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ കാലികമായ അപ്ഡേഷനാണ് ഓരോ പ്രവാചകനും തൻ്റെ ചരിത്രത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അത് ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ സമ്പൂർണത ലോകത്തിന് ലഭ്യമായി. പരിശുദ്ധ ഖുർആൻ എന്ന എക്കാലത്തിൻ്റെയും സവിശേഷമായ ഗ്രന്ഥം, ഒരു ഗ്രന്ഥം എന്ന് മാത്രം അതിനെ വിശേഷിപ്പിച്ചാൽ അത് മതിയാവുകയില്ല. ഖുർആൻ വാസ്തവത്തിൽ ഒരു പ്രസ്ഥാനമാണ്, അത് വഴികാട്ടിയാണ്, അത് ലോകത്തിൻ്റെ വെളിച്ചമാണ്, അത് ലോകത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു, വർത്തമാനകാലത്തിൻ്റെ വഴിയടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, ഭാവിയുടെ ലക്ഷ്യം അതേക്കുറിച്ചും ഖുർആൻ വാചാലമായി സമൂഹത്തോട് സംസാരിക്കുകയാണ്. ആ ഖുർആൻ, അതുപോലെ തന്നെ ആ ഖുർആൻ ആരുടെ കൈകളിലൂടെയാണോ സൃഷ്ടാവായ അള്ളാഹു ഭൂമിയിൽ സമർപ്പിച്ചത്, ആ വിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ അവ ലോകത്ത് എന്നും നിറഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും. പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആ മാസത്തിൻ്റെ അവസാന യാമങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ വാസ്തവത്തിൽ 2 മഹാത്മാരുടെ ജന്മദിനങ്ങൾ ലോകം ആഘോഷിച്ചു എന്നത് 2015 പ്രത്യേകതയാണ്. മഹാനായ ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈസാ നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെയും ജന്മദിനങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് കടന്നു പോയത് എന്നത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. അതുകൊണ്ടാകാം ഒരുപക്ഷേ ക്രൈസ്തവ മുസ്ലിം ഐക്യം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലായനം, ലോകത്ത് പലായനം അതൊരു നിത്യസംഭവമായി കഴിഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ, അഭയാർത്ഥി പ്രവാഹം ലോകത്ത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയ ഇന്നത്തെ കാലഘട്ടത്തിൽ, യുദ്ധങ്ങളും കെടുതികളും പ്രയാസങ്ങളും സ്വന്തം നാട് വിട്ട് ഓടേണ്ട ഗതികേടിലേക്ക് മനുഷ്യരാശി എത്തിച്ചേരുമ്പോൾ അവരെ കയ്യും നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്നുള്ളത് അപൂർവമായി, അല്ലെങ്കിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന അപൂർവതകളാണ്. ഈ 2015 ലോകം അതിന് സാക്ഷിയായി എന്നതിൽ നമുക്കേറെ ചിന്തിക്കാനുണ്ട്. പ്രത്യേകിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവർ, അവരെ സ്വീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായി എന്നത് മാനവരാശിയുടെ ഒരു പുതു ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ നല്ല കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. ഇന്നലെ സമദാനി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിറിയയിൽ നിന്ന് പലായനം ചെയ്ത ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി യൂറോപ്യൻ കരയിൽ ചലനമറ്റ് നിശ്ചേഷ്ടനായി കണ്ടവരുടെ മുഴുവനും കണ്ണീർ വാർത്തുകൊണ്ട് ആ ഒരു കാഴ്ച വാസ്തവത്തിൽ അത് ലോക മനസ്സാക്ഷിയെ ഉണർത്തി എന്ന് തന്നെ നമുക്ക് പറയാം. യൂറോപ്പ് ഉണർന്നതിൽ സന്തോഷമുണ്ട്.
മതവിശ്വാസങ്ങൾ, ആ മതവിശ്വാസങ്ങൾ അത് പരസ്പര പൂരിതമാണ് എന്ന സന്ദേശം ലോകത്ത് പരക്കുമ്പോൾ അതിലൂടെ മനുഷ്യരാശി കൈവരിക്കുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും നല്ല മുഖങ്ങളെ നമുക്ക് പ്രകീർത്തിക്കുക, അതിനെ വാഴ്ത്തുക. രണ്ട് പുണ്യാത്മാക്കളുടെ ജന്മദിനം സമാഗതമായത് കൊണ്ടാകാം അത്തരമൊരു നന്മക്ക് ലോകം സാക്ഷ്യം വഹിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ ഖുർആൻ അത് സമാധാനത്തിലേക്കാണ് നയിക്കുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരും സമാധാനത്തിലേക്കാണ് ലോകത്തെ നയിച്ചത്. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഈസാ നബി അലൈഹി സ്വലാമും സമാധാനത്തിലേക്കും മോക്ഷത്തിലേക്കുമാണ് സമൂഹത്തെ നയിച്ചത് എന്ന് നമുക്കറിയാം. ജാമിയ നൂരിയയുടെ അങ്കണത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം അതിനെയൊക്കെ ന്യായീകരിക്കുന്നു. മനുഷ്യ സ്നേഹത്തെ, മനുഷ്യത്വത്തെ, സമാധാനത്തെ, ലോക സമാധാനത്തെ, മനുഷ്യ സമാധാനത്തെ, പ്രകൃതിയുടെ സമാധാനത്തെ, അതിനെ ന്യായീകരിക്കുന്ന പാഠങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു പണ്ഡിതന്മാർക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നത്. ആ സംസ്കാരം അതിൻ്റെ കാവൽക്കാരാണ് ലോകം കാത്തിരിക്കുന്ന, മനുഷ്യർ കാത്തിരിക്കുന്ന, നമ്മുടെ മഹല്ലുകൾ കാത്തിരിക്കുന്ന നേതൃത്വം. അതാണ് നമ്മുടെ ഫൈസി സുഹൃത്തുക്കളിലൂടെ നമുക്ക് ലോകത്തിന്, സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ജാമിയ നൂരിയ അറബിക് കോളേജ് മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മുൻഗാമിയായി, മുന്നിൽ സഞ്ചരിക്കുന്നൊരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിനെ താലോലിച്ച് താരാട്ടി ഇനിയും ഇതിനെ വളർത്താം. മഹാനായ ബാഫക്കിത്തങ്ങളും എൻ്റെ വന്യ പിതാവും ജ്യേഷ്ഠ സഹോദരനും മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ് അവറുകളും കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അവറുകളും അവരെല്ലാവരും താലോലിച്ച് വളർത്തിയ ഈ മഹനീയമായിട്ടുള്ള സ്ഥാപനം ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ കൈകളിലാണ് ഇതെത്തിയിട്ടുള്ളത്. ആ ദൗത്യം ആത്മാർത്ഥതയോടെ നിറവേറ്റിക്കൊണ്ട് ഈ സ്ഥാപനത്തെ കേരളത്തിൻ്റെ മുഴുവനും സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആസ്ഥാനമായി നമുക്ക് മാറ്റിയെടുക്കുക. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് ഒരുമയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. ഇൻഷാ അല്ലാഹ് ഞാനതിവിടെ നിർവഹിക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചടങ്ങിൽ വെച്ച് ഒരു അവാർഡ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുകയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സന്തതിയും ഓസ്ഫോജനയുടെ കരുത്തുറ്റ പ്രവർത്തകനും പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയും എല്ലാമായിരുന്ന 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ മർഹൂം PP മുഹമ്മദ് ഫൈസി അവറുകൾ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് മഹല്ലുകളുടെ ഏകീകരണത്തിനും SMFൻ്റെയൊക്കെ രൂപീകരണത്തിനും അതിൻ്റെ മുന്നേറ്റത്തിനുമൊക്കെ വേണ്ടി ഏറെ പ്രയത്നിച്ച മഹാനായ PP ഉസ്താദ് എന്ന് നമ്മൾ വിളിക്കുന്ന മുഹമ്മദ് ഫൈസി, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ രൂപം കൊടുത്ത അവാർഡ്, ആ അവാർഡിന് അർഹരായിട്ടുള്ളത് ജാമിയ നൂരിയ അറബിക് കോളേജിൽ ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികമായി ഇവിടെ അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ഷെയ്ഖുന കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിനാണ് ആ അവാർഡ് നൽകപ്പെടുന്നത്. അതിവിടെ സെയ്ദ് അഹിദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നൽകും എന്നുകൂടി ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സന്നദ്ധാന സമ്മേളനത്തിൽ സന്നദ്ധാന പ്രസംഗം നിർവഹിക്കേണ്ടിയിരുന്നത് നമുക്കറിയാം. നമ്മളെല്ലാവരും വളരെയേറെ
ആഗ്രഹിച്ച ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായ ആകസ്മികമായി വന്ന ചില ശാരീരികമായ അസ്വസ്ഥതകൾ, അതുമൂലം അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു ആ മഹാനുഭാവന് അദ്ദേഹത്തിൻ്റെ രോഗശാന്തി അള്ളാഹു നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന ആ സ്ഥാനത്ത് വേണ്ട ശ്രദ്ധയോടെ ഊർജ്ജസ്വലരായി അദ്ദേഹത്തിന് വീണ്ടും നമുക്കിടയിൽ ആവേശത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ആ രോഗത്തെ അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ അബ്ദുള്ള സയ്യിദ് അൽ ഹാരിബ്, UAE-യിൽ നിന്ന് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹം ദുബായ് ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ അനിഷേധ്യനായ വൈസ് ചെയർമാനാണ്. നമുക്കറിയാം, വലിയ പ്രൈസ് മണി കൊടുത്തുകൊണ്ടാണ് ഈ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് അവറുകളുടെ UAE-യുടെ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് അവറുകളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഹോളി ഖുർആൻ അവാർഡ് സംരംഭം. കേരളത്തിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ അതിലേക്ക് ക്ഷണിക്കപ്പെടാറുണ്ട്. എല്ലാ വർഷവും കേരളത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം, പരിഗണന ഹോളി ഖുർആൻ കമ്മിറ്റി നൽകാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം UAE കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് അസോസിയേഷൻ്റെ ഡയറക്ടർ കൂടിയാണ്. മാത്രവുമല്ല, എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും കൂടിയാണ്. ഈ വൈജ്ഞാനിക സ്ഥാപനത്തിൻ്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു മഹത് പുരുഷനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള വ്യവസായ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട M. അലി സാഹിബ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി, ആദരണീയനായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രമുഖ പണ്ഡിതനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വവുമായ MT അബ്ദുള്ള മുസ്ലിയാർ അവറുകൾ, ആദരണീയനായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രമുഖ ശിഷ്യൻ കൂടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ നേരത്തെ ഇവിടെ പ്രിൻസിപ്പലായിരുന്ന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ സന്തതി കൂടിയായ പ്രിയപ്പെട്ട കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അവറുകൾ, PKP അബ്ദുൽസലാം മുസ്ലിയാർ ഇവിടെ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിനും ശാരീരികമായ അസ്വസ്ഥത മൂലം വരാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട CKM സാദിഖ് മുസ്ലിയാർ അവറുകൾ, 4 ദിവസങ്ങളിലായി അദ്ദേഹം നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെയുണ്ട്. ഓരോരോ കാര്യത്തിലും ഓരോരോ സമയത്തും തൻ്റേതായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയും നിർദ്ദേശങ്ങൾ നൽകിയും അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ പ്രസംഗം നടത്തുന്ന അബ്ദുൽ സമദ് പുക്കുട്ടൂർ സാഹിബ്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അവരെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മുഹമ്മദ് ഫൈസി അടക്കമുള്ള നമ്മുടെ മെമ്പർമാർ, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സമയപരിമിതി മൂലം എല്ലാവരുടെയും പേരുകൾ എടുത്തിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക്
ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കുറച്ച് വർഷം 10-25 വർഷക്കാലം ജാമിയയുടെ സമ്മേളനത്തിൽ നമുക്ക് പ്രധാനമായും ഗേറ്റ് കളക്ഷനാണ് ജാമിയ നൂരിയ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞുകൂടാ. ജാമിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വരുമാന മാർഗമാണ്. ജാമിയയുടെ ഒരു വർഷക്കാലത്തേക്കുള്ള വരുമാനം അതവിടെ വന്നു ചേരാറുണ്ട്. അങ്ങനെ ആ ഗേറ്റ് കളക്ഷന് എൻ്റെ ജ്യേഷ്ഠൻ ഉമറാലി ഷിഹാബ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആ ഗേറ്റിൽ തന്നെ ഇരുന്നു കൊണ്ടായിരുന്നു അത് പിരിച്ചെടുത്തിരുന്നത്. അദ്ദേഹം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ തന്നെ ആ കളക്ഷൻ ശേഖരിച്ച് ഓഫീസിൽ കൃത്യമായി 25 വർഷമായി അത് എത്തിച്ചുകൊണ്ടിരുന്ന പട്ടിക്കാട് പുളിയക്കുന്ന് അബുഹാജി ഒരു മാസം മുമ്പ് അദ്ദേഹം വിട പറയുകയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോളേജ് കമ്മിറ്റിയും ഇവിടെയും നിർദ്ദേശപ്രകാരം ഇവിടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടത്തെ വിശാലമാക്കുമാറാകട്ടെ, ആഖിറത്തിനെ വെളിച്ചമാക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ് ഒരു SKSFൻ്റെ പ്രവർത്തകൻ ഹോസ്പിറ്റലിൽ കുറച്ച് അത്യാസന്ന നിലയിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ രോഗത്തെ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അപകട നില തരണം ചെയ്യാൻ സർവശക്തൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ മറ്റ് ഒരു വലിയ അജണ്ടയായി ഇവിടെയുള്ളത് മസ്കറ്റ് സുന്നി സെൻറ്റർ നൽകുന്ന അവാർഡുകളാണ്. കേരളത്തിലെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മദ്രസകൾ, നമുക്കറിയാം നമ്മുടെ മദ്രസകൾ കേരളീയ സംസ്കാരത്തിൻ്റെ അല്ല, ഇസ്ലാമിക സംസ്കാരത്തെ പുതിയ തലമുറയിൽ ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും അനിഷേധ്യമായ സ്ഥാനം അലങ്കരിക്കുന്ന മദ്രസകളാണ്. ആ മദ്രസകളിൽ പൊതുപരീക്ഷകൾ 5-ലും 7-ലും 10-ലും +2-വിനും നടത്തപ്പെടുന്ന പൊതുപരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ റാങ്കുകളും ഗ്രേഡുകളും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് അത് മസ്കത്ത് സുന്നി സെൻറ്ററാണ് കാലങ്ങളായി അത് ഇവിടെ നമുക്ക് നൽകുന്നത്. അതുപോലെ അവർ ME എഞ്ചിനീയറിംഗ് കോളേജ് ഷിഹാബ് തങ്ങൾ അവാർഡും നൽകുന്നുണ്ട്, സംസ്ഥാന പൊതുപരീക്ഷ അവാർഡ്. അപ്പോൾ അതൊക്കെ ഇവിടെ നൽകുന്നു. മസ്കത്ത് സുന്നി സെൻറ്ററിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് ജനാബ് ഇസ്മായിൽ കുഞ്ഞ് മാന്നാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ കൂടിയ നിരവധി പതിനായിരങ്ങൾ ജാമിയയുടെ ഈ സമ്മേളനം തുടങ്ങിയ നിമിഷം മുതൽ ഈ ഒരു സാന്നിധ്യം നിറഞ്ഞ സാന്നിധ്യത്തെ ഏറെ സഹായിച്ചവരാണ്. ആ സാന്നിധ്യം കൊണ്ട് ഇവിടെ അനുഗ്രഹിച്ചവരാണ് ഈ വലിയ പുരുഷാരം. നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് എന്ന് വാക്കുകളില്ല. ഈ സമ്മേളനത്തെ കാരണം വലിയൊരു പ്രചാരണമൊന്നും ഇല്ലാതെയാണ് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. ആയിരക്കണക്കായ ആളുകൾ ഇവിടെ കടന്നു വരുന്നു. ഓരോ സമയത്തും നിങ്ങൾ നൽകുന്ന ഈ വലിയ സാന്നിധ്യം അള്ളാഹു അത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഈ കൂടിച്ചേരലിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇവിടുന്ന് യുവ പണ്ഡിതന്മാർ, സനത് വാങ്ങി പുറത്തു പോകുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അവർ ഇപ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 6-ാം തീയതി തൊട്ടല്ല, ഈ സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽക്ക് തന്നെ ഇതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും അവരുടെ പഠനം, ആ പഠനത്തിനിടയിലും അവർ സമയം കണ്ടെത്തിക്കൊണ്ട് ഉറുമ്പുകളെപ്പോലെ അവർ ജോലിയെടുക്കുകയായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി. അതിന് പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇനിയും ഉന്നതമായ പദവികളും ഉന്നതമായ നേട്ടങ്ങളെയും അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ പ്രിൻസിപ്പലായിരുന്ന അസേരി തങ്ങൾ, നമുക്കറിയാം അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ജാമിയയുടെ വളർച്ചയ്ക്ക്
കുറഞ്ഞ കാലം കൊണ്ടാണെങ്കിലും, കുറഞ്ഞ കാലമേ ഇവിടെ നിന്നിട്ടുള്ളൂ എങ്കിലും വളരെ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ജാമിയയെ വളർത്താൻ ശ്രമിച്ച ഉന്നത വ്യക്തിത്വമാണത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയ പ്രസിഡൻറ്റുമായിരുന്നു ഷംസുൽ ഉലമ അവർ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത്. സംസ്ഥയുടെ ആദരണീയ സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടത്തെ വിശാലമാക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് ആഖിറത്തിന് അള്ളാഹു വെളിച്ചമാക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മുത്തുത്തങ്ങൾ, ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, ജാമിയയോളം തന്നെ അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട്. ജാമിയയുടെ പള്ളിയിൽ ഇമാമത്തായും ആ ഇമാമത്ത് എന്നതിലുപരിയായി ഇവിടുത്തെ ഓരോ സൂക്ഷ്മ സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിത്വവുമായിരുന്നു പ്രിയപ്പെട്ട മുത്തുത്തങ്ങൾ അവർകൾ. അദ്ദേഹവും നമ്മളോട് വിട പറഞ്ഞു. അദ്ദേഹത്തിനും അള്ളാഹു മഗ്ഫിറത്തിനെ നൽകുമാറാകട്ടെ. കോയക്കുട്ടി ഉസ്താദ്, അദ്ദേഹം നമ്മുടെ യോഗത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇന്നിവിടെ എത്തിയിട്ടില്ല. അല്പം ശാരീരികമായ അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ്, യാത്ര ചെയ്യാനുള്ള വിഷമം കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും പരിപൂർണമായ ആരോഗ്യവും രോഗശമനത്തെയും അല്ലാഹു നൽകിക്കൊണ്ട് ജമിയത്തുൽ ഉലമയുടെ ആ പ്രസിഡന്റ് സ്ഥാനം അതിൽ വളരെ ഊർജ്ജസ്വലമായി തുടർന്നും പ്രവർത്തിക്കാൻ സർവശക്തൻ അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഇവിടെ സ്വാഗതം പറയാനുള്ളത് നമ്മുടെ പോലീസ് വകുപ്പാണ്. അവർ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് തന്നെ നമ്മുടെ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ സാഹസപ്പെട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. കോളേജ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സംഘാടക സമിതിയുമായും അതുപോലെ തന്നെ പൊതുജനങ്ങളെ വളരെ കൃത്യനിഷ്ഠയോടെ നിയന്ത്രിച്ചും കൊണ്ട് ട്രാഫിക് പരിപാലനം നല്ല നിലക്ക് നടത്തിക്കൊണ്ട് നൽകുന്ന അവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് വിഭാഗത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിഫോർ ഗോയിങ് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് വൺസ് അഗെയിൻ, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം all mentioned personalities to this historic conference of the 53rd anniversary and 51st convocation programs of this great Islamic institution and the first of its kind in Kerala, Jamia Nooriya Al Arabiya. Especially our guest, chief guest, Honorable Vice Chairman of Dubai International Holy Quran Award Organizing Committee and former Vice Chancellor of Emirates University, Dubai, His Excellency Dr. Saeed Abdullah Harib, then Mr. Shaban Cook, and he's from Turkey. He's a regular visitor of our great institution. My special thanks to him. And then Mr. Mark London is from Egypt, and Muhammad Ilham Rahmatullah is from Indonesia, and Abdullah Akhled is the editor of Hira magazine from Turkey. They all find time to participate in our program, giving rest to other numerable functions, and happy to be on the podium to address you in this glorious evening that would surely be marked in the golden pages of Kerala Muslim history. I extend my, in behalf of myself and behalf of every one of you, I extend my great warm welcome to them. ഇനി നമ്മുടെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്ഥാനത്തേക്ക് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടനത്തിന്